സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ട്രെൻഡ് വൈറലായിരിക്കുന്നു. ഗിബ്ലി സ്റ്റൈലിന്റെ തരംഗമാണ് എങ്ങും എവിടെയും. സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈലിലുള്ള ആളുകളുടെയും അവരുടെ വളർത്തു മൃഗങ്ങളുടെയും പ്രശസ്ത മീമുകളുടെയും സിനിമകളുടെയും ഒക്കെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പ്രശസ്തമായ ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ വ്യത്യസ്തമായ ഈ ശൈലിയിലേക്ക് ഇമേജസും ഫോട്ടോസും മാറ്റാൻ ആളുകൾ ChatGPTയുടെ പുതിയ AI ഇമേജ് ജനറേറ്ററായ ഫോറോ ആണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട് ഇവിടെ. ഈ ട്രെൻഡ് ഹയുവോ മിയാസാക്കിയുടെ സ്റ്റുഡിയോ ഗിബ്ലിയുടെ കോപ്പി റൈറ്റ്സ് ലംഘിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഒരു കാര്യം. ട്രെൻഡും വിശേഷവും ഒന്ന് കാര്യമായി തന്നെ പരിശോധിക്കാം. ട്രെൻഡും സ്റ്റൈലും ഒക്കെ രസകരമായാണ് തുടങ്ങിയതെങ്കിലും അമിതമായാൽ ആപത്ത് എന്ന് പറയുന്നത് പോലെ പലരും വിവാദ പോസ്റ്റുകൾക്കായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കളി മാറി. ഈ ആവേശം പെട്ടെന്നൊരു ഇരുണ്ട വഴിത്തിരിവുമായി. തുടർന്ന് ഈ ഒരു ട്രെൻഡ് കോപ്പി റൈറ്റ്സിന്റെ ആശങ്കകളും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിസ്റ്റുകളുടെ സൃഷ്ടികളെ അനുകരിക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചയും ഒക്കെ ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ട്രെൻഡ് ഒന്ന് പരിചയപ്പെടാം. സംഗതി ഭയങ്കര രസമാണ്. പ്രശസ്ത സംവിധായകരായ ഹയുവോ മിയാസാക്കി, ഇസാവോ തകഹാറ്റ, നിർമ്മാതാവ് തോഷിയോ സുസുക്കി എന്നിവർ ചേർന്നാണ് 1985 ഇത് സ്ഥാപിക്കുന്നത്. ഈ സ്റ്റുഡിയോ ഗിബ്ലി അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കും ആകർഷകമായ സ്റ്റോറി ടെല്ലിങ്ങിനും പേരുകേട്ട ഒരു ആനിമേഷൻ സ്റ്റുഡിയോയാണ്. കൈകൊണ്ട് വരച്ച ആനിമേഷൻ, വിശദാംശങ്ങളിലേക്കുള്ള സൂക്ഷ്മ ശ്രദ്ധ, വൈകാരികമായി സമ്പന്നമായ ആഖ്യാനങ്ങൾ എന്നിവയിലൂടെ സ്റ്റുഡിയോ ഗിബ്ലി ലോകമെമ്പാടും ആരാധകരെ നേടിയിട്ടുമുണ്ട്. ഗിബ്ലി എന്ന പേര് ഒരു ലിബിയൻ അറബി പദത്തിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം ചൂടുള്ള മരുഭൂമിയിലെ കാറ്റ് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഇറ്റാലിയൻ വിമാനത്തിന്റെ പേരും ഇതായിരുന്നു, കാപ്രോണി CA-309 ഗിബ്ലി. OpenAI അടുത്തിടെ ChatGPTയുടെ പുതിയ AI ഇമേജ് ജനറേറ്റർ ഫോറോ പുറത്തിറക്കി. ഇത് അവരുടെ DALL-E 3 സേവനത്തിൽ നിന്നുള്ള ഒരു അപ്ഗ്രേഡ് ആയിരുന്നു. താമസിയാതെ ആളുകൾ ChatGPTയുടെ ഫോറോയുടെ ഇമേജ് ജനറേറ്റർ ഉപയോഗിച്ച് അവരുടെ സ്വകാര്യ ഫോട്ടോസും ഇമേജസും ഒക്കെ ഗിബ്ലി സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യാനും തുടങ്ങി. പിന്നെ ഇന്റർനെറ്റിൽ ഈ ഗിബ്ലി ഇമേജസിന്റെ ഒരു ബഹളം തന്നെയായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിലെ ടർക്കിഷ് പിസ്റ്റൾ ഷൂട്ടർ യൂസഫ് ഡിക്കെക്, ഇലോൺ മസ്ക്, അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ ഗിബ്ലി ശൈലിയിലുള്ള ചിത്രങ്ങളും ഒപ്പം സിനിമാ രംഗങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു. പശ്ചാത്തലത്തിൽ ഒരു വീട് കത്തുമ്പോൾ ചെറുപുഞ്ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കുന്ന 4 വയസ്സുകാരിയുടെ ഡിസാസ്റ്റർ ഗേൾ പോലുള്ള ജനപ്രിയ മീമുകളുടെ ഗിബ്ലി പതിപ്പുമൊക്കെയായി പിന്നാലെ. ഇതൊന്നും പോരാതെ ChatGPT നിർമ്മാതാക്കളായ OpenAIയുടെ CEO സാം ഓൾട്ട്മാൻ വൈറൽ ട്രെൻഡിൽ പങ്കുചേർന്നു. എക്സിലെ തന്റെ പ്രൊഫൈൽ ഗിബ്ലി സ്റ്റൈൽ പോർട്രേറ്റ് ആക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. ഗിബ്ലി സ്റ്റൈൽ ഇമേജുകൾക്കുള്ള ഡിമാൻഡിൽ നിന്ന് OpenAIയുടെ സെർവറുകൾ ഉരുകുകയാണ് എന്ന് അദ്ദേഹം തമാശയും പറഞ്ഞു. ഇനി കരയുന്ന ഒരു കുടിയേറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തുന്നതിന്റെ ഗിബ്ലിഫൈഡ് ചിത്രം വൈറ്റ് ഹൗസ് പങ്കിട്ടതും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. എന്തായാലും പുതിയ ഫോറോ ടൂളിനൊപ്പം ലഭ്യമായ ChatGPTയുടെ പണമടച്ചുള്ള സേവനം സ്റ്റുഡിയോ ഗിബ്ലിയുടെ ശൈലിയിൽ AI ഇമേജുകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൗജന്യ സേവനമുള്ള അതിന്റെ പഴയ DALL-E 3 ഇമേജ് ജനറേഷൻ ടൂൾ ഗിബ്ലി ജനറേഷൻ റിക്വസ്റ്റ് നിരസിക്കുകയാണ്. കോപ്പിറൈറ്റ്സ് നിയമങ്ങൾ ഉദ്ധരിച്ച് ChatGPT ഇതിന് മറുപടിയും നൽകി. സ്റ്റുഡിയോ ഗിബ്ലിയുടെ ശൈലിയിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല, കാരണം അത് കോപ്പിറൈറ്റ്സ് ഉള്ള ആനിമേഷൻ സ്റ്റുഡിയോ ആണ്. അതിന്റെ ആർട്ടിസ്റ്റിക് ശൈലി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മറുപടി വന്നത്. US ആസ്ഥാനമായുള്ള നിയമസ്ഥാപനമായ നീൽ മാക്ഡെവിറ്റി അഭിഭാഷകൻ ഇവാൻ ബ്രൗൺ പറയുന്നത് ഗിബ്ലി സ്റ്റൈൽ കോപ്പിറൈറ്റ് നിയമങ്ങളാൽ വ്യക്തമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നില്ല എന്നാണ്. ഇനി അതേസമയം US ആസ്ഥാനമായുള്ള നിയമസ്ഥാപനമായ നീൽ മെക്ഡെവിറ്റിലെ അഭിഭാഷകൻ ഇവാൻ ബ്രൗൺ പറയുന്നത് ഗിബ്ലി സ്റ്റൈൽ കോപ്പിറൈറ്റ് നിയമങ്ങളാൽ വ്യക്തമായി സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ്. പക്ഷെ അതിനർത്ഥം സാങ്കേതിക നിയമങ്ങൾ ലംഘിക്കുന്നില്ല എന്നും കൂടിയുണ്ട്. പക്ഷെ ജാപ്പനീസ് സ്റ്റുഡിയോയുടെ ഈ സൃഷ്ടികളിൽ OpenAI അതിന്റെ മോഡലിനെ പരിശീലിപ്പിച്ചിരിക്കാമെന്ന് ബ്രൗൺ പറയുന്നുണ്ട്. ഈ ഡേറ്റാബേസുകളിലേക്ക് പല ഡീറ്റെയിൽസും പകർത്തുന്നതിൻ്റെയും അതുപോലെ മറ്റ് വെബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സുരക്ഷിതത്വം, പിന്നെ കോപ്പി റൈറ്റ്സിന്റെ ലംഘനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം ഉയർത്തുന്നു എന്നാണ് ബ്രൗൺ പറയുന്നത്. AI ഡെവലപ്പേഴ്സ് അവരുടെ മോഡലുകളെ പരിശീലിപ്പിക്കാൻ പകർപ്പവകാശമുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിന് ബാധ്യസ്ഥരാണോ എന്ന് പല കോടതികളും ഇപ്പോഴും പരിഗണിക്കുന്നുമുണ്ട്. അടുത്തിടെ വന്ന ഒരു ടെക്നിക്കൽ പേപ്പറിൽ OpenAI അതിന്റെ പുതിയ ഫോറോ ടൂൾ വ്യക്തിഗത കലാകാരന്മാരുടെ സൗന്ദര്യശാസ്ത്രത്തെ അനുകരിക്കുന്ന രീതിയിൽ ഒരു യാഥാസ്ഥിതിക സമീപനം സ്വീകരിക്കുന്നുവെന്ന് പരാമർശിച്ചിരുന്നു. ഒരു വസ്തുത പറയാലോ, കലാകാരന്മാരുടെ ജീവിതം അവരുടെ വയറ്റ് തടിക്കുന്ന പരിപാടിയല്ലേ ഇത് എന്നൊരു സംശയമുണ്ട്.
OpenAI പോലുള്ള കമ്പനികൾ കലാകാരന്മാരുടെ സൃഷ്ടികളെയും കലാകാരന്മാരുടെ ഉപജീവന മാർഗങ്ങളെയും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നതിന്റെ മറ്റൊരു വ്യക്തമായ ഉദാഹരണം. ഒപ്പം ഇത് ചൂഷണമാണ് എന്നുമാണ് പകർപ്പവകാശ ലംഘനത്തിന് മറ്റ് AI ഇമേജ് ജനറേറ്ററുകൾക്കെതിരെ കേസ് കൊടുക്കുന്ന ആർട്ടിസ്റ്റ് കാർല ഓർട്ടിസ് വിശേഷിപ്പിക്കുന്നത്. കരയുന്ന കുടിയേറ്റക്കാരന്റെ ഗിബ്ലിഫൈഡ് ചിത്രം പോസ്റ്റ് ചെയ്തതിന് US സർക്കാരിനെതിരെ ഓർട്ടിസ് സോഷ്യൽ മീഡിയയിൽ എഴുതി. ഇത്രയും മോശമായ സൃഷ്ടിക്ക് സ്റ്റുഡിയോ ഗിബ്ലി ഇതിനായി OpenAIക്ക് എതിരെ കേസെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഓർട്ടിസ് പറയുന്നു. എന്തായാലും ജപ്പാനിലെ സ്റ്റുഡിയോ ഗിബ്ലി ഇതുവരെ ഈ വിഷയം അഭിസംബോധന ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും പുതിയ 4O അപ്ഡേറ്റ് ലൈവായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉപയോക്താക്കൾ പരീക്ഷണം ആരംഭിച്ചിരുന്നു. അങ്ങനെ സ്വപ്ന തുല്യമായ ജലഛായങ്ങൾ പോലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, എക്സ്പ്രസീവ് കണ്ണുകളുള്ള കൈകൊണ്ട് വരച്ച ക്യാരക്ടർ പോർട്രേറ്റുകൾ, അങ്ങനെ ഗിബ്ലി ശൈലിയിലുള്ള ആളുകളുടെയും വളർത്തു മൃഗങ്ങളുടെയും സാങ്കല്പിക ക്യാരക്ടറുകളുടെയും മറ്റ് ദൈനംദിന വസ്തുക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. പ്രശസ്ത സിനിമാ രംഗങ്ങൾ മുതൽ വ്യക്തിപരമായ ഓർമ്മകൾ, വിവാഹ അഭ്യർത്ഥനകൾ, അതുപോലെ ദുരന്ത നിമിഷങ്ങൾ വരെ അങ്ങനെ എല്ലാം ഗിബ്ലി ശൈലിയിലുള്ള കലയായി രൂപപ്പെടുന്നുണ്ട്. ലോകം ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞ ട്രെൻഡിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. കലയാണല്ലോ, അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ആകാം. പക്ഷേ എന്ത് തന്നെ ആയാലും അതിരുവിടാതെ തുടരട്ടെ.